ഇതൊക്കെ സൊസൈറ്റിയുടെ ഇത് ഈ ആരോപണങ്ങൾ ഒക്കെ ഉന്നയിക്കുന്ന സൊസൈറ്റി ഈ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് കഴിഞ്ഞിട്ടല്ലാതെ വേറെ എന്താ ഇത്? ഞാൻ ആ വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടൊരു അതിനുവേണ്ടിയുള്ള എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു സിനിമ എടുത്തു. അതിൻ്റെ അകത്ത് ലാലേട്ടൻ വന്ന് സഹകരിച്ചു, അതിൽ അഭിനയിച്ചു. അതിൽ അഭിനയിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരുപാട് സ്ട്രഗിൾ ഉണ്ട്. നല്ല വഴുക്കലുള്ള പാറേൻ്റെ മുകളിലൊക്കെ പറ്റിപ്പിടിച്ച് കയറിയിട്ടൊക്കെ വന്ന ലൊക്കേഷൻസിലൊക്കെ വന്ന് പുള്ളി അഭിനയിച്ചു, അതിന് വേണ്ടി ഒരു എഫേർട്ട് എടുത്തു. ഈ വിമർശിക്കുന്ന ആൾക്കാർ എന്താ ചെയ്തത്? വെറുതെ ആവശ്യമില്ലാതെ ഒരു കാര്യമില്ലാതെ ഈ ഇരകൾ എന്നുള്ള സിനിമയുമായിട്ട് ഓ ബേബിനെയോ ജോജിനെയോ ഒക്കെ കമ്പയർ ചെയ്യുന്നത് ഒരു നല്ല മനോഭാവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ആര് ചെയ്താലും ശരി, സത്യേട്ടൻ പറഞ്ഞാലും ശരി, ആര് പറഞ്ഞാലും ശരി, അതൊരു സിനിമയെ തകർക്കലാണ് സത്യത്തിൽ. കാര്യം കണ്ടന്റിൻ്റെ അകത്തോ അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനകത്തോ അതിൻ്റെ പശ്ചാത്തലത്തിലോ അതിൻ്റെ ഒന്നിലും ഓ ബേബിക്ക് ഒരു ബന്ധവും ഈ സിനിമയുമായിട്ടില്ല. സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറുമായ രഞ്ജൻ പ്രമോദാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം സർ. സാറിൻ്റെ ഓ ബേബി OTT ഇറങ്ങി. കഴിഞ്ഞ വർഷമായിരുന്നു അതിൻ്റെ തിയേറ്റർ റിലീസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ സത്യൻ അന്തിക്കാട് സാർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ OTT ഓ ബേബി കണ്ടിട്ട്. രഞ്ജൻ പ്രമോദ് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥയിലെ ന്യൂനമർദ്ദം പോലെയാണ്, നിനച്ചിരിക്കാതെ അത് ആർത്തലച്ചു പെയ്യും, പിന്നെ മഷിയിട്ട് നോക്കിയാലും കാണില്ല എന്ന് പറഞ്ഞു. രക്ഷാധികാരി കഴിഞ്ഞ് ഓ ബേബി വരുന്നത് കുറച്ച് കാലത്തെ ഗ്യാപ്പിന് ശേഷമാണ്. അപ്പം ഈ സിനിമയിലേക്കുള്ളൊരു പ്രിപ്പറേഷൻ ആയിരുന്നു അത്രയും കാലം എന്ന് പറയുന്നത്? ഇല്ല അങ്ങനെ ഒരു നീണ്ട പ്രിപ്പറേഷൻ ഒന്നും ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടില്ല. നമ്മൾ സിനിമ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഒരു 2-3 മാസം അല്ലെങ്കിൽ ഒരു അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ. ഇനി ഒരു 4 മാസത്തെ പ്രീ പ്രൊഡക്ഷൻ സ്ക്രിപ്റ്റ് ഒരു കഥയായി കഴിഞ്ഞാൽ ഒരു 4 മാസം കഴിഞ്ഞാൽ ഷൂട്ടിംഗ് തുടങ്ങാം എന്നുള്ള നിലയ്ക്ക് അങ്ങനെയേ ഉള്ളൂ. അല്ലാതെ വളരെ നീണ്ട കാലത്തെ പ്രിപ്പറേഷൻ ഒന്നും അല്ല. സിനിമ നടക്കാത്തതുകൊണ്ടാണ് നമ്മൾ പല തവണ സിനിമകൾ ശ്രമിക്കുകയും അത് നടക്കാത്തതുകൊണ്ടാണ് ഇത്രയും വലിയ ഗ്യാപ്പുകൾ വരുന്നത്. അതിൻ്റെ ഒരു നോഹവിൻ്റെ കുറവായിരിക്കും. അത് പെട്ടെന്ന് ബാക്ക് ടു ബാക്ക് സിനിമ അടിക്കാൻ വേണ്ട ഒരു ബ്രില്യൻസ് നമുക്ക് ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ. അതുകൊണ്ടായിരിക്കും. ഇഷ്ടം ഇങ്ങനെയാണോ, അല്ലെങ്കിൽ ഒരു സമയം എടുക്കുന്നതിനോട് താല്പര്യമുള്ള ആൾക്കാരും ഉണ്ടാവാറ്? തീർച്ചയായിട്ടും എനിക്കില്ല. നമുക്ക് സിനിമ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് താല്പര്യം. പക്ഷേ നമ്മളെ വിശ്വസിക്കാനും അങ്ങനെ ഒരു പ്രോജക്റ്റ് പെട്ടെന്ന് കയറി വരാനും ഒക്കെ ഉള്ളതായിട്ടുള്ള ഒരു PR വർക്ക് ആ കൂട്ടത്തിൽ ചെയ്യേണ്ടതുണ്ട്. അത് ഞാൻ ചെയ്യാറില്ല. എന്നുവെച്ചാൽ എനിക്ക് അതിനുള്ള ഒരു നോഹവും ഇല്ല. പിന്നെ അതിന് വേണ്ട ഒരു എന്താ പറയണ്ട ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലോ അതിൻ്റെ അകത്ത്, പൈസയും വേണമല്ലോ. ഓ ബേബി എന്നുള്ള ഒരു ഇപ്പം എഴുതിയിട്ടുള്ള ചിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ, സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് മാത്രം വന്നിട്ടുള്ള ചിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിലുള്ള ഡ്രാമയോ അതിലുള്ള കോമഡിയോ അങ്ങനത്തെ ഒരു കൊമേഴ്ഷ്യൽ എലമെന്റും പൊതുവെ രക്ഷാധികാരി ബൈജു ഒക്കെ നമുക്ക് പിന്നെയും പറയാം. അല്ലാതെ ഇപ്പം ആദ്യത്തെ സിനിമ ഫോട്ടോഗ്രാഫർ നോക്കിയാലും ഓ ബേബി നോക്കിയാലും ഒക്കെ കുറവാണ്. പൊതുവെ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് പോകുന്ന സിനിമകളാണ്. അപ്പോൾ ഓ ബേബിയിലേക്ക് എത്തുന്നത് എങ്ങനെയാ? ഓ ബേബി എന്നുള്ള സിനിമ അത് ചെയ്യാൻ വേണ്ടി അതായത് എറണാകുളത്തുള്ള ദിലീഷിൻ്റെ ഒരു ഫ്ലാറ്റിലിരുന്നിട്ട് ഞങ്ങൾ ഒരു 2 ആഴ്ച ഇതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ആലോചനയായിട്ടുള്ള ഒരു ഡിസ്കഷൻ ഉണ്ടായി. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഒരു കോണ്ടന്റ് എന്തായിരിക്കും എന്നുള്ളത് ഡിസൈഡ് ചെയ്തു. അതായത് ഇതാണ് സബ്ജക്റ്റ്, അതായത് ഓണർ കില്ലിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സിനിമ ചെയ്യാം എന്ന് തീരുമാനിച്ച് നേരെ നമ്മൾ എവിടെയാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ച് ഇന്ന് ഒരു കാടിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഏലക്കാടിൻ്റെ പശ്ചാത്തലത്തിൽ ചെയ്യാം എന്ന് തീരുമാനിച്ച് പിന്നെ നേരെ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. പിന്നെ അവിടെ നിന്ന് ഒരു 2 മാസത്തെ ഒരു എഴുത്ത്, 3-ാമത്തെ മാസം ഷൂട്ടിംഗ് തുടങ്ങി. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ചെയ്തത്. അപ്പോൾ ഏതൊരു വിഷയം എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു വിഷയത്തിനെടുത്ത് ആ വിഷയത്തിനടുത്ത് ഉള്ളിൽ ഒന്ന് ആഴത്തിൽ സഞ്ചരിച്ച് പോവുക ചെയ്യുന്നത്. ഇതിലിപ്പോൾ സത്യൻ സാറിന് ആ പോസ്റ്റിൽ എഴുതിയിട്ടുണ്ട്, ഇരകളിൽ KG ജോർജ് സാറാണ് മലയാളിക്ക് ഒരു എസ്റ്റേറ്റ് ജീവിതം കാണിച്ചു തന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ജോജി വരുമ്പോൾ ആളുകൾ അതിൻ്റെ താഴെയും ഒക്കെ ക്ലിപ്പിൻ്റെ താഴെയൊക്കെ എപ്പോഴും ഈ ഇരകളെ ഓർത്ത് കമൻറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു KG ജോർജ് ഇൻഫ്ലുവൻസ് ചെയ്ത് ഈ സിനിമയിലോ അല്ലെങ്കിൽ എൻ്റർലി അത് ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? മലയാളത്തിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ചെറുപ്പകാലത്ത് എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഡയറക്ടേഴ്സ്, ഇഷ്ടപ്പെട്ടിട്ടുള്ള നമുക്ക് ഡയറക്ടേഴ്സ് പ്രധാനമായിട്ട് KG ജോർജ്, അടൂർ ഗോപാലകൃഷ്ണൻ, പത്മരാജൻ, IV ശശി, അങ്ങനെയൊക്കെയുള്ള ഡയറക്ടേഴ്സാണ് മെയിനായിട്ട് അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. ഇൻഫ്ലുവൻസ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ കണ്ടിട്ടുള്ള അവരുടെയൊക്കെ എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഡയറക്ടേഴ്സിൻ്റെ എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ജോൺ അബ്രഹാം, അങ്ങനത്തെ കുറേ അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള കുറേ ഡയറക്ടേഴ്സിൻ്റെ അവരുടെയൊക്കെ എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു മോശം പ്രവണതയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് വെറുതെ ആവശ്യമില്ലാതെ ഒരു കാര്യമില്ലാതെ ഈ ഇരകൾ എന്നുള്ള സിനിമയുമായിട്ട് ഓ ബേബിനെയോ ജോജിനെയോ ഒക്കെ കമ്പയർ ചെയ്യുന്നത് ഒരു നല്ല മനോഭാവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ആര് ചെയ്താലും ശരി, ഇപ്പോൾ സത്യേട്ടൻ പറഞ്ഞാലും ശരി, ആര് പറഞ്ഞാലും ശരി, അതൊരു സിനിമയെ തകർക്കലാണ് സത്യത്തിൽ. കാര്യം കണ്ടന്റിൻ്റെ അകത്തോ അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനകത്തോ അതിൻ്റെ പശ്ചാത്തലത്തിലോ അതിൻ്റെ ഒന്നിലും ഓ ബേബിക്ക് ഒരു ബന്ധവും ഈ സിനിമയുമായിട്ടില്ല. ഇരകൾ എന്ന് പറയുന്ന സിനിമയായിട്ടില്ല. ഇരകൾ എന്നുള്ളത് സിനിമ ഒരു എസ്റ്റേറ്റിലാണ് നടന്നിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതും ഏലക്കാടൊന്നും അല്ല, അത് ഒരു റബ്ബർ തോട്ടമാണ്.
ആ റബ്ബർ തോട്ടം അതിൻ്റെ ചുറ്റിലും ഉണ്ടെങ്കിലും ആ വീടിനകത്ത് നടക്കുന്ന കഥയാണത്. ആ വീടിനകത്തുള്ള ബന്ധങ്ങളുടെ കഥയാണ്. ഒരു തരത്തിലും ഈ സിനിമേനെ ജോർജ് സാറിൻ്റെ ആ സിനിമയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ല? അതിൻ്റെ ട്രീറ്റ്മെന്റിലും പറ്റില്ല, ഒരു തരത്തിലും പറ്റില്ല. എന്തായാലും അതൊരു നല്ല സിനിമയാണ്, അതൊരു ക്ലാസിക് സിനിമയുമാണ്. അത് അവിടെയും പിന്നീട് ഇങ്ങനെ ഉണ്ടാകുന്ന സിനിമകൾ വേറെ വേറെ ആയിട്ട് തന്നെ അത് സംസാരിക്കട്ടെ കഴിഞ്ഞ് എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ സൗകര്യങ്ങളോ അന്നത്തെ ടെക്നോളജിയോ ഒന്നും അല്ല എന്നുള്ളത്. ഒരു പക്ഷേ അന്നത്തെ ഇപ്പോൾ ജോർജ് സാറിന് അവൈലബിൾ ആയിരുന്ന ഒരു ടെക്നോളജി വെച്ചിട്ട് ഓ ബേബി പോലൊരു സിനിമ ഷൂട്ട് ചെയ്യാൻ പോലും പറ്റില്ല. നമുക്ക് ഓ ബേബി ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഞാൻ ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ജനറേറ്റർ പോവില്ല, ഔട്ട്ഡോർ യൂണിറ്റ് പോവില്ല, അങ്ങനെയുള്ള സിനിമ ഷൂട്ട് ചെയ്യുന്നതായിട്ടുള്ള യാതൊരുവിധ സൗകര്യങ്ങളും അവിടെ ഇല്ല. നമുക്കൊന്നും എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ അന്നത്തെ പഴയ ലൈറ്റ്സും പഴയ ക്യാമറയും പഴയ ഫിലിമും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ നമുക്കിത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇപ്പം ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഡിജിറ്റൽ ടെക്നോളജി ഉണ്ടാകുന്നതുകൊണ്ടും ബാറ്ററി ഓപ്പറേറ്റഡ് ലൈറ്റ്സ് വന്നതുകൊണ്ടും അങ്ങനത്തെ കാര്യങ്ങൾ വന്നതുകൊണ്ടാണ് ആ സിനിമ അങ്ങനത്തെ ഒരു ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ജോർജ് സാറിനൊന്നും അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല ഫിലിമിൽ ചെയ്യുന്ന സമയത്ത്. കാരണം അപ്പോൾ ടങ്സ്റ്റൺ ലൈറ്റ്, ഈവൻ HMI ലൈറ്റ് പോലും വരുന്നതിൻ്റെ മുമ്പാണ് ഈ ഇരകളൊക്കെ എടുത്തിരിക്കുന്നത്. ഇതിൽ ദിലീഷ് പോത്തൻ, അതുപോലെ രഘുനാഥ് ബലേരി, ഇവരൊക്കെ വരുമ്പോൾ ഓരോ കാലഘട്ടത്തിൻ്റെ പ്രിയപ്പെട്ട, അല്ലെങ്കിൽ എല്ലാ കാലത്തെയും പ്രിയപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഇവർ ചെയ്ത സിനിമകളുണ്ട്, ഡയറക്ടേഴ്സായിട്ടും സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടും. ഇങ്ങനെ രണ്ടാളുകൾ ആക്ടേഴ്സ് എന്നുള്ള രീതി ഉപയോഗിക്കുമ്പോൾ സാർ അവരെ ആക്ടേഴ്സായിട്ട് മാത്രമായിരുന്നോ കൺസിഡർ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇവരുടെ ഈ സംവിധായകനെയും സ്ക്രിപ്റ്റ് റൈറ്ററെയും ഇതിലും കൂടെ ഇൻവോൾവ് ചെയ്യിക്കാം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ഐഡിയാസിനെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെ ആർക്കും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം ആകെ ചെയ്യാൻ പറ്റുന്നത്, നമ്മളിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കി അവർക്കൊരു അഭിപ്രായം പറയാൻ പറ്റുമായിരിക്കും. അതും അത്യാവശ്യം ബോധവും വിവരമുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും വേറൊരാൾ ചെയ്യുന്ന വർക്കിൻ്റെ മുകളിൽ അങ്ങനെ അഭിപ്രായം പറയില്ല. എന്തുകൊണ്ട് പറയില്ലെന്ന് വെച്ചാൽ, നമുക്കത് വിഷ്വലൈസ് ചെയ്ത് വരുന്ന സമയത്ത് എക്സാക്ട്ലി എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു സ്ക്രിപ്റ്റ് കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അറിയാതെ നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല എന്നുള്ളത് അറിയാവുന്നവരായിരിക്കും എന്തായാലും നല്ല ഫിലിം മേക്കേഴ്സ്. ഇപ്പോൾ പൾപ്പ് ഫിക്ഷൻ എന്നുള്ള സിനിമയുടെ സ്ക്രിപ്റ്റ് ആദ്യം മാർട്ടിൻ സ്കോർസസിൻ്റെ അടുത്ത് പോയ സമയത്ത് എന്ത് സ്ക്രിപ്റ്റായത്, ഇതൊന്നും സിനിമയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതാണ്. അവിടെ തള്ളിക്കളഞ്ഞാണ്. ആ മാർട്ടിൻ സ്കോർസസ് തന്നെ പറഞ്ഞിട്ടാണ് നമുക്ക് അറിയുന്നത് അത് പുള്ളിയെടുത്ത് ചെന്നിരുന്നു എന്നും അത് പുള്ളി അത് കൊള്ളൂല എന്ന് പറഞ്ഞ് വിട്ടു എന്നും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്. പിന്നീട് അതൊരു ക്ലാസിക്കായി മാറിയ പൾപ്പ് ഫിക്ഷൻ എന്ന് പറഞ്ഞ സിനിമയായി മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരാൾ പറയുന്ന അഭിപ്രായം എന്ന് പറയുന്നതിന് ഒരു പരിധി വരെ ഉള്ളൂ. പരീക്ഷാധികാരിയായി ചെയ്യുന്നതിന് മുമ്പേ കുറേ ആൾക്കാർ ആ സിനിമ ചെയ്യരുത്, ഇവിടുത്തെ വലിയ പ്രൊഡ്യൂസേഴ്സ്, വളരെ നല്ല അത്യാവശ്യം സിനിമയെക്കുറിച്ച് നല്ല ബോധവും കാര്യങ്ങളൊക്കെ ഉള്ള പ്രൊഡ്യൂസേഴ്സ് എൻ്റെ അടുത്ത് 2 പേര് പ്രധാനമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സിനിമ ചെയ്യരുത്, അത് വർക്കല്ല, അത് ഭയങ്കര ഷാറ്റേഡായി കിടക്കുകയാണ്, ഒരിക്കലും അത് വർക്കാവില്ല, നിങ്ങൾ സ്വന്തം സംവിധാനം ചെയ്യരുത്, വേറൊക്കെ വേണം എഴുതി കൊടുത്ത്, എൻ്റെ അഭിപ്രായത്തിൽ അത് ചെയ്യരുത്, ഞങ്ങൾ എന്തായാലും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞതാണത്. ഇത് അവരുടെ കുറ്റമല്ല അത്. കാരണം അവർ കാണുന്ന രീതിയിലായിരിക്കില്ല ഞാൻ അതിനെ കാണുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരാൾ പറഞ്ഞത്, ഇവിടുത്തെ ഒരു വലിയ നടനും കൂടിയായിട്ടുള്ള ഒരു നിർമ്മാതാവായിട്ടുള്ള ഒരാൾ പറഞ്ഞത്, അതിൻ്റെ ക്ലൈമാക്സ് മാറ്റി ആ ഗ്രൗണ്ട് തിരിച്ചു കിട്ടുന്ന പോലെ വേണമെന്നാണ്. അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ അത് നമുക്ക് മാത്രമുള്ള തീർച്ചയാണത്. അപ്പോൾ നമുക്ക് ഒരുപാട് പോരാടേണ്ടി വരും പുതിയ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമ ചെയ്യുന്ന സമയത്ത്. നമ്മളെല്ലാം കണ്ടു പരിചയമുള്ള രീതിയിലുള്ള ഒരു ആവറേജ് ആയിട്ടുള്ളൊരു സിനിമ, അല്ലെങ്കിൽ പൊതുവേ നമ്മൾ കാണുന്ന രീതിയിലുള്ളൊരു സിനിമ ആവുമ്പോൾ ആൾക്കാർക്ക് അത് മനസ്സിലാക്കാനും അത് പെട്ടെന്ന് ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് പരിചയമുള്ളതാണത്. ഇപ്പോൾ രക്ഷാധികാരി വൈജു, ഓ ബേബി എന്നൊക്കെ പറയുന്ന പോലത്തെ കാര്യങ്ങൾ മുമ്പേ കണ്ട് പരിചയമുള്ളതല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ആളുകൾക്ക് അത് സിനിമ ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പേ, നിർമ്മിക്കുന്നതിൻ്റെ മുമ്പേ ഇത് കൊള്ളാം, ഇത് നമുക്ക് ചെയ്യാം എന്ന് തോന്നിപ്പിക്കില്ല. അത് ചെയ്ത് നമ്മൾ കാണിച്ചു കൊടുക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ സ്ട്രഗിൾ ഉണ്ടാവും. അങ്ങനെ 1-2 നമ്മൾ അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ആൾക്കാർ പറയുന്ന സമയത്തോ ഇയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ചെയ്യുമായിരിക്കും എന്ന് വിശ്വസിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. അല്ലാതെ വേറെ വഴിയില്ല സിനിമയുടെ കാര്യത്തിൽ. രക്ഷാധികാരി വൈജു ഞാനും ചിന്തിച്ചിട്ടുണ്ട്, അയ്യോ നമുക്ക് വിങ്ങലോടെ അത് അവസാനിക്കണം അല്ലേ, ഒരു പോയിന്റിൽ അതിനൊരു പോസിറ്റീവ് എൻഡിങ് വിചാരിച്ചിട്ടേ ഇല്ലേ? ഏതെങ്കിലും രീതി, മറ്റേ വേറെ ഏതെങ്കിലും രീതിയിൽ അവർക്ക് സ്പേസ് അവൈലബിൾ ആവുന്നതോ? അല്ല, പോസിറ്റീവ് എന്ന് പറയുന്ന കാര്യം എന്താണ്? അങ്ങനെയല്ല, വളരെ സന്തോഷത്തോടെ ഹാപ്പി എൻഡിങ്, പഴയ സിനിമകളിലേക്ക് ഒരു രീതി ഉണ്ടല്ലോ ഹാപ്പി എൻഡിങ്, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു വിങ്ങൽ പ്രേക്ഷകൻ്റെ ഉള്ള, തീർച്ചയായിട്ടും ഞാൻ ഇത് സമ്മാനിക്കുന്നത് വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ്. എന്നാലും ഈ പറഞ്ഞ പ്രഷേഴ്സ് ഒക്കെ വന്നുകൊണ്ട് ചോദിക്കാം, എപ്പോഴേലും ഒരു ഇല്ല, അതിന് വേറൊരു ആൾട്ടർനേറ്റ് ക്ലൈമാക്സ് അതിൻ്റെ ഇല്ല. അതിൻ്റെ കഥ അത് തന്നെയാണല്ലോ. നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എന്താണ് എന്നുള്ളത്, നമ്മൾ മൊബൈൽ ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു ലോകം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് അങ്ങനത്തെ ഉള്ള അടരുകളും അതിൻ്റെ അകത്തുണ്ടല്ലോ. ഇപ്പം ഇന്ന് കൂടുതൽ ആൾക്കാർ, അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഒരു ചെറിയൊരു കുട്ടിയുടെ ക്യാരക്ടറുണ്ട്, അവള് ഗ്രൗണ്ടിൽ വന്നിട്ട് അവള് ടാബിലാ കളിച്ചോണ്ടിരിക്കുന്നത്. പട്ടാമ്പൂച്ചികൾ കനവ് കാണുന്നതില്ലേ, അങ്ങനെ ഒരു പ്രൊജക്ട്, ഒരു ഡ്രീം ആയിരുന്നോ? അല്ല, അത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എവിടെ നിന്ന് കിട്ടിയതാ? ഞാൻ അങ്ങനെ ഒരു കഥ, ഒരു ടൈറ്റിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ
ഞാൻ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ തമിഴ് സിനിമകൾ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. തമിഴ് സിനിമ ആയിരുന്നു ചെയ്യാൻ വിചാരിച്ചിരുന്നത്. അപ്പം അങ്ങനെ പല കഥകൾ ഇങ്ങനെ ആലോചിച്ചതിൻ്റെ കൂട്ടത്തിൽ അയച്ച രസകരമായി എനിക്ക് തോന്നിയൊരു പേരാണിത്, പട്ടാപ്പൂച്ചികൾ കനവ് കാണുന്നത്. കഥ കൂടെ ആലോചിച്ച് കഥയൊക്കെ ഉണ്ട് അതിന്. എന്തായിരുന്നു ഒരു ആദ്യ തമിഴ് സിനിമ സംഭവിക്കാതെ പോയത്? അല്ല, ആദ്യ സിനിമ അതൊന്നും ആയിരുന്നില്ല. അത് മഴ വരെ പോകുന്നു എന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു ഞാൻ ആദ്യം ചെയ്യായിരുന്നു. തമിഴിൽ അജിത്ത് ആയിരുന്നു അതിൻ്റെ അകത്ത് അഭിനയിക്കാണ്ടായിരുന്നു. അജിത്ത് അതൊരു നീണ്ട കഥയാണ്. അപ്പോൾ അത് അവിടെ ഒരു സ്ട്രൈക്ക് വന്നതും ഈ പ്രൊഡ്യൂസറും അജിത്തുമായിട്ടുണ്ടായിരുന്ന ഒരു വഴക്കും അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ അകത്ത് നഷ്ടപ്പെട്ടു പോയതാണ്. തമിഴിലേക്കായിരുന്നു ആദ്യം ഒരു കൂടുതൽ താല്പര്യം. കാരണം രണ്ടാം ഭാഗം എനിക്ക് തോന്നുന്നു സെവൻ ആർട്സ് മോഹനൻ ലാൽ ജോസ് സാറിൻ്റെ അടുത്ത് സാറിനെ കൊണ്ടുവരുമ്പോൾ ഞാൻ എഴുതൊന്നുമില്ല, എൻ്റെ ഇങ്ങനെ ഒരു കഥയുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് അത് സ്ക്രിപ്റ്റ് എഴുതാതിരിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ താല്പര്യം തമിഴിലേക്ക് ചെയ്യാന്നുള്ളായിരുന്നു, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതാൻ താല്പര്യം ഉണ്ടായിരുന്നില്ലേ? ഞാനങ്ങനെ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് ഒരു കരിയർ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. വേറൊരാൾക്ക് വേണ്ടി എഴുതാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം ഞാനൊരു ലിറ്ററേച്ചർ പേഴ്സൺ അല്ല. അപ്പോൾ ഞാൻ സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്യുക എന്നല്ലാതെ ഒരുപാട് സാഹിത്യ ബന്ധങ്ങളുള്ള ഒരാളല്ല ഞാൻ. കുറച്ച് വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് അങ്ങനെ സാഹിത്യമായിട്ട് ഞാൻ എഴുതുന്ന ഒരാളല്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു റൈറ്ററായിട്ട് ഒരു കരിയർ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, അങ്ങനെ ആഗ്രഹിച്ചിട്ടുമില്ല. ഭയങ്കര ബുദ്ധിമുട്ടുമാണത്. വേറൊരാൾക്ക് വേണ്ടിയിട്ട് അയാളെ കൺവിൻസ് ചെയ്യിച്ചുകൊണ്ടാണല്ലോ പോകുന്നത്. ഈ രണ്ടാം ഭാവം എങ്ങനെയാണ് കൺവിൻസ് ചെയ്യിക്കുന്നത് സെവൻ ആർട്സ് മോഹൻ? രണ്ടാം ഭാവം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കൺവിൻസ് ചെയ്യാൻ. അപ്പൊ അതിന്റെ സ്റ്റോറി അങ്ങനെ തന്നെയാണ്. കഥയായിട്ട് കേൾക്കുമ്പോൾ തന്നെ ആ കുഴപ്പമില്ലല്ലോ എന്ന് തോന്നുന്ന ഒരു കഥ. എഴുതാൻ വേണ്ടിയിട്ട് എഴുതാൻ മടി പിടിച്ചിരുന്ന ആളെ എഴുതിക്കുന്നത് അല്ല. അപ്പൊ എഴുതാൻ മടി പിടിച്ചിരിക്കുക എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് ഞാൻ ആഡ് ഫിലിംസ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ എനിക്ക് നിന്ന് തിരിയാൻ നേരമില്ലാത്ത രീതിയിൽ ഞാൻ അങ്ങനെ ആഡുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണത്. പിന്നെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലാത്തതുകൊണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് സെവൻ ആർട്സ് മോഹൻ ആദ്യമേ ചോദിച്ചിരുന്നത് ഒരു കഥ തന്നെ ചോദിച്ചിട്ടുള്ളൂ. ഒരു കഥ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ലാൽ ജോസിന് അപ്പോൾ വേറെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, അപ്പോൾ നടന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ പ്രോജക്റ്റ് നടക്കണമെങ്കിൽ ഇതിനൊരു കഥ കിട്ടിക്കഴിഞ്ഞാൽ സുരേഷ് ഏട്ടൻ ഡേറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കഥ കിട്ടിയാൽ അത് നടക്കും. അതുകൊണ്ട് ഒരു കഥ തന്നെ പുള്ളി ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ലാൽ ജോസ് അത് വേറെ എഴുതിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ആരുടെങ്കിലും അങ്ങനെ ഒരു ചെയ്യാൻ പറ്റുന്ന ഒരാളെ കിട്ടാത്തതുകൊണ്ട് വീണ്ടും അങ്ങനെ വന്നതാണ്. രണ്ടാം ഭാവത്തിന്റെ പരാജയം പക്ഷേ ഇങ്ങനെയൊക്കെ അതിലേക്ക് ഇന്നായിട്ടുണ്ടെങ്കിലും ആ പരാജയം ഒരു വിധത്തിൽ തിരക്കഥാകൃത്തിലേക്ക് ഇടാനുള്ള ഒരു ശ്രമം അന്നത്തെ പബ്ലിക്കിന്റെ ഇടയിലും ഉണ്ടായിട്ട് മാധ്യമങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ലാൽജു സാർ തന്നെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. അപ്പം നമ്മൾ തുടക്കത്തിൽ അത്രമാത്രം നമ്മൾ ആഗ്രഹിച്ച് അതിലേക്ക് ഇന്നായതല്ല, പക്ഷെ ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വം നമ്മളിലേക്ക് വരിക എന്ന് പറയുന്നത് നിങ്ങളൊരു കുറച്ച് സങ്കടകരമായ ഒരു ഫേസിൽ കൂടെ പോയിട്ടുണ്ടെന്നും കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ, കാരണം നമ്മൾ ആഗ്രഹിച്ച് ചെയ്തു ആണെങ്കിൽ, അല്ലെങ്കിൽ വളരെ ആഗ്രഹത്തോടെ ഇന്നായതല്ല താനും, അപ്പം ആ ഒരു ഫേസ് എങ്ങനെയായിരുന്നു? അല്ല, അത് ആഗ്രഹത്തോടെ ഉണ്ടായത് അങ്ങനെ ഉത്തരവാദിത്വവും കാര്യങ്ങളൊന്നുമില്ല. ഉത്തരവാദിത്വം എന്തായിരുന്നു വെച്ചാൽ ലാൽ ജോസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ലാലുവിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് എനിക്കൊരു ചെറിയ കാരണം, എൻ്റെ ഒരു സ്ക്രിപ്റ്റ് എടുത്തിട്ട് ഒരു കുഴപ്പമായി, അത് അങ്ങനെ തന്നെ ചെയ്തിട്ടൊരു കുഴപ്പമായി, പിന്നെ അതിൽ നിന്ന് എന്നെ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യണം enullൊരു ചിന്ത ഉണ്ടായിരുന്നുള്ളതിനൊഴിച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെ വലിയ ബാധ്യതകളൊന്നും അതുകൊണ്ട് ഉണ്ടായിരുന്നില്ല. കാരണം നമ്മളിവിടെ നിൽക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പിന്നെ രണ്ടാം ഭാവം എഴുതി കഴിഞ്ഞ സമയത്ത് ആ സമയത്ത് തന്നെ എനിക്ക് കുറേ പ്രോജക്റ്റുകൾ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാര്യം ഞാനത് ചെയ്യാൻ വിചാരിച്ചിട്ടില്ലാത്തതുകൊണ്ട്. സംവിധാനത്തിനുള്ള ഓപ്പർച്യൂണിറ്റീസ് അന്ന് സംവിധാനത്തിനുള്ള ഓപ്പർച്യൂണിറ്റി ഞാൻ അതിൻ്റെ മുമ്പ് തന്നെ അങ്ങനെ ശ്രമിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ രണ്ടാം ഭാവം എന്നുള്ള സിനിമ തന്നെ തമിഴിൽ ചെയ്യാമെന്ന് അജിത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിൽക്കുന്ന സമയത്താണ് ഈ മീശമാധവൻ എന്നുള്ള സിനിമയുമായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അജിത്ത് സിനിമ പിന്നെ ഈ രണ്ടെണ്ണം ഇപ്പൊ പറഞ്ഞു, പിന്നീട് ഒരിക്കലും സംഭവിച്ചിട്ടുമില്ല. എന്നിട്ട് സംഭവിച്ചിട്ടില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഒരു കാര്യം നമ്മളിപ്പോൾ പുള്ളിയുടെ അടുത്ത് ഒരു കാര്യം പുള്ളിയായിട്ട് ഇങ്ങോട്ട് ചെയ്യാമെന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാതെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു അകൽച്ച ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ സംഭവിച്ചതാണ്. പിന്നെ ഇടയിൽ കാണാൻ പറ്റിയിട്ടില്ല കുറേ കാലങ്ങളായിട്ട്. പിന്നെ നമ്മൾ ഇവിടേക്ക് വന്ന് പിന്നെ ഇവിടെ സിനിമകളായി പിന്നെ ആളെ കാണുന്നില്ല. പിന്നെ അവരൊക്കെ വേറെ ഒരു റേഞ്ചിലേക്കാണല്ലോ അവരൊക്കെ ഇരിക്കുന്നത്. സാധാരണ റേഞ്ചിലല്ലോ. രണ്ടാം ഭാവത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഈ പറഞ്ഞ പോലെ ലെനയുടെ അവസ്ഥ എന്താണെന്നോ അതൊന്നും പിന്നെ കാണിക്കാൻ നിന്നിട്ടില്ല. കാരണം ഇവർ തിരിച്ചു വരുന്ന ഇത് മാത്രം പൂർണിമയും നവനീത കൃഷ്ണനും വരുന്നതായിട്ടാണ് അല്ലേ. അനന്തകൃഷ്ണനെ നഷ്ടപ്പെട്ട മണിക്കുട്ടിയുടെ ഇമോഷൻ എന്താണെന്നോ ബാക്കി എല്ലാവർക്കും മനസ്സിലായി, അതൊന്നും കാണിച്ചില്ല. അതുപോലെ വേണമെങ്കിൽ ഇപ്പം ആ സമയത്ത് സുരേഷ് ഗോപി സിനിമകൾക്ക് കുറച്ച് പരാജയം നേരിടുന്ന സമയമായിരുന്നു എന്നും പറഞ്ഞു. അപ്പോൾ ഈ ട്വിൻ റോളും ഇതിലൊരാൾ മരിക്കുന്നു, ഇതൊക്കെ ഏതെങ്കിലും രീതിയിൽ അതിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നോ? പിന്നെ ഈ കഥ ഇങ്ങനെ ഒരു സ്ഥിരം ഫോർമാറ്റിൽ നിന്ന് എന്തൊക്കെ മാറി എന്നുള്ളതും
ഒരു ഫെസ്റ്റീവ് സമയത്ത് ഇറങ്ങിയെന്ന് കേട്ടിട്ടുണ്ട്. അല്ല അത് അങ്ങനെ ഇപ്പോൾ ഒരു ബോക്സ് ഓഫീസ് തിയേറ്ററിനകത്ത് ഒരു സിനിമ ഓടുന്നതും ഒരു സിനിമയുടെ ക്വാളിറ്റിയും ആർട്ടിസ്റ്റിക് ക്വാളിറ്റിയും ഒന്നും വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം തിയേറ്ററിൽ അതത് സമയത്തുള്ള ഓരോരോ കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ അത് ഓടില്ല. അങ്ങനെയൊക്കെ പലതും കുറേ സിനിമകൾക്ക് സംഭവിച്ചിട്ടുണ്ടല്ലോ. നല്ല എത്രയോ സിനിമകൾ ഓടായിരുന്നിട്ടുണ്ട്. പിന്നെയാണ് മീശമാധവൻ സംഭവിക്കുന്നത്. മീശമാധവൻ എന്ന് പറയുമ്പോൾ അതിൽ കോമഡി വരുന്നുണ്ട്, ഡ്രാമ വരുന്നുണ്ട് അല്ലേ, ഒരു ചേക്ക് എന്ന് പറഞ്ഞ ടെറൈൻ സെറ്റ്, അവിടെ തൊട്ടേ ഒരു ടെറൈൻ സെറ്റ് ചെയ്ത് തുടങ്ങി. അതുപോലെ മുള്ളംകൊല്ലി നരലിലെത്തുമ്പോഴും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ. പിന്നെ ക്യാരക്ടേഴ്സ് ഇതിലപ്പുറത്തേക്ക് ഒരുപാട് പിള്ളേച്ചനും പുരുഷവും ഒക്കെ ആയിട്ട് ഒരുപാട് ക്യാരക്ടർ, മുകുന്ദനുണ്ണി, ഈപ്പം പാപ്പച്ചി, ഈ പേരുകൾ തന്നെ ഭയങ്കര രസമായിരുന്നു. മീശമാധവൻ എന്ന് പറയുന്നത് എൻറ്റയർലി രണ്ടാം ഭാഗത്തുനിന്ന് മറ്റൊരു സാധനമാണ്. അപ്പം അതൊരു പുതിയ തുടക്കം പോലെ എഴുതി തുടങ്ങിയതാണോ? അല്ലാതെ ഓരോന്നും ചെയ്യുന്ന സമയത്ത് അത് നേരത്തെ ചെയ്തതുപോലെ ആവരുത് എന്നുള്ള ഒരു കാര്യം എനിക്കുള്ളതാണ്. കാര്യം അത് നേരത്തെ ചെയ്തൊരു സാധനത്തിന്റെ അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തൊരു ക്രിയേറ്റീവായിട്ട് നമുക്കൊരു ചലഞ്ച് ഇല്ല, നന്നാവാനുള്ള സാധ്യത കുറവാണ് നമ്മൾ അതിനെ നമ്മളെ തന്നെ കോപ്പി ചെയ്ത് വരുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കോപ്പി ചെയ്യരുത്, നമ്മൾ ചെയ്യുന്ന കാര്യം ഒരു പുതിയ കാര്യമായിരിക്കണം എന്നുള്ളത് മാത്രമേ. അത് ഓരോരോ സിനിമയ്ക്കും ഉണ്ട്. ഇപ്പോൾ മീശമാധവൻ പോലെ ആയിരിക്കില്ല മനസ്സിനക്കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഓരോന്നിനുമായിട്ടുള്ള അതിൻ്റെ വ്യത്യാസങ്ങൾ അതുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. നേരത്തെ സിനിമ പോലെ ആവരുത് എന്നുള്ളത്. ഇപ്പോൾ രക്ഷാധികാരി ബൈജു പോലെ ഒരു കാരണവശാലും ആവരുത്. ഓ ബേബി അതുമായിട്ട് ഒരു കമ്പാരിസൺ പോലും ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഓ ബേബി ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നത്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിക്കോട്ടെ കണ്ടന്റിലായിക്കോട്ടെ ഒന്നിലും അതിനൊരു കമ്പാരിസനെ ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ഡെവലപ്പായി വരുന്നത് കാരണം മീശമാധവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഒരു ചൈൽഡ്ഹുഡിന്റെ ബെസ്റ്റ് പാട്ടാണത്. അതിൽ ഒരു ക്യാരക്ടറെയും നമ്മൾ മറന്നു പോവില്ല, അല്ലെങ്കിൽ അതിലെ ഡയലോഗുകൾ മറന്നു പോവില്ല. എല്ലാ വിഷുവിനും കൃഷ്ണനായിട്ട് സുഗുണനെയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒരു ഡെവലപ്മെന്റ് ഒക്കെ എങ്ങനെയായിരുന്നു? കാരണം ജഗതി ചേട്ടനെ, കൊച്ചിൻ ഹനീഫ് ഖാനെയും ഒക്കെ ഇവരൊക്കെ ഓർത്ത് അല്ലെങ്കിൽ ആദ്യമേ സെറ്റ് ചെയ്തിട്ട് ഇവർ ചെയ്യട്ടെ എന്ന് ആലോചിച്ചിട്ട് എഴുതിയൊരു അത് എല്ലാ ക്യാരക്ടേഴ്സും അത് ടൈലർ മെയ്ഡ് തന്നെയാണ് അതിൻ്റെ അകത്തുള്ള ക്യാരക്ടേഴ്സ്. കാരണം അതിൽ അഭിനയിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാമായിരുന്നു. മാത്രമല്ല ഈ മീശമാധവൻ സിനിമ ആദ്യം നമ്മൾ പ്രപ്പോസ് ചെയ്ത സമയത്ത് അന്ന് അതിന് മീശമാധവൻ എന്ന് പേരായിട്ടില്ല. ആവുന്നതിൻ്റെ മുമ്പേ നമ്മളിത് പ്രപ്പോസ് ചെയ്ത സമയത്ത് ഇത് ഡിസ്ട്രിബ്യൂഷൻ എടുക്കാനും ഇതിൻ്റെ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. അത് ഒട്ടും അട്രാക്ഷൻ ഉണ്ടായിരുന്നില്ല. കാരണം ഞാനും ലാൽ ജോസും കൂടെ രണ്ടാം ഭാഗം എന്നുള്ള സിനിമ ചെയ്ത് പരാജയപ്പെട്ട് ബോക്സ് ഓഫീസ് പരാജയപ്പെട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അതേ ടീം തന്നെ വരുന്നു. അപ്പോൾ അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും ആരും സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഹംസ സേവിയർ മറ്റേ ഇവർ ഈ പറക്കും തളിക എന്നുള്ള സിനിമയുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്, പ്രൊഡ്യൂസേഴ്സാണ് അവർ. അപ്പോൾ അവർ ഇതിനോട് സഹകരിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പറക്കും തളികയിൽ ഉണ്ടായിരുന്ന എല്ലാ ആർട്ടിസ്റ്റും ഇതിലുണ്ടാവണം, അവർക്കൊക്കെ തന്നെ എല്ലാവർക്കും റോൾ ഉണ്ടാവണം. അങ്ങനെ പറക്കും തളികയിൽ നോക്കിയാൽ അറിയാം നമുക്ക്. പറക്കും തളികയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും ഇതിൻ്റെ അകത്ത് ഉണ്ടാവും, എല്ലാവർക്കും അതിൻ്റെ റോളുകൾ ഉണ്ടാവും. പിന്നെ ഓരോരോ ക്യാരക്ടേഴ്സിനെ നമ്മൾ വെക്കുന്നേരം ആർട്ടിസ്റ്റുകളെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഉണ്ടാവണം, അവർക്ക് മെമ്മറബിൾ ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടാവണം. അപ്പം അങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്തതാണ്. ആക്ച്വലി എല്ലാം ടൈലർ മെയ്ഡ് തന്നെയാണ്. അത് നിന്ന ആൾക്കാരാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തത്. ഡയലോഗുകളിൽ പോലും ആ ഒരു അതെ. അപ്പോൾ ഈ പറയുന്ന മീശമാധവൻ എന്ന് പേരിട്ട് ഹംസ സേവിയർ അവർ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ അടുത്തേക്ക് വരുന്നതിൻ്റെ മുമ്പ് ഈ ക്യാരക്ടർ ഫസ്റ്റ് ആലോചിച്ചപ്പോൾ ഭഗീരഥൻ പിള്ളയുടെ ക്യാരക്ടർ വേണുചേട്ടനെ ചെയ്യുന്ന കാര്യമായിരുന്നു ആദ്യം ആലോചിച്ചിരുന്നത്. നെടുമുടി വേണു ചെയ്യുന്ന കാര്യമായിരുന്നു ആലോചിച്ചിരുന്നത്. പിന്നീട് എന്താ വെച്ച് വെച്ചാൽ അതിപ്പോൾ ലാൽ ജോസിൻ്റെ അതിൻ്റെ തൊട്ട് മുമ്പത്തെ മറവത്തൂർ കനവ് എന്നുള്ള സിനിമയ്ക്കകത്ത് വേണുചേട്ടൻ വന്നതുകൊണ്ട് അപ്പോൾ അത് അതുപോലെ തന്നെ ആവുമോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. ഫൈനൽ ഇങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്കിത് അപ്പം ആലോചിക്കുമ്പോൾ അറിയില്ലല്ലോ. അപ്പോൾ അതേപോലെ ഒരു റിപ്പീറ്റേഷൻ ഫീൽ വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വേണുചേട്ടനെ അവിടെ നിന്ന് മാറ്റി അമ്പിളിച്ചേട്ടനിലേക്ക് ഇത് വരുന്നത്. അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത് ഫൈനലായിട്ട് നമ്മളത് എഴുതുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കൃത്യമായിട്ട് ഇന്നെന്ന ആൾക്കാർക്ക് അടക്കമുള്ള എല്ലാവർക്കും ഉള്ള റോളുകൾ അതിലുണ്ടാവണം, എന്നാലേ അത് ഡിസ്ട്രിബ്യൂഷൻ എടുക്കുള്ളൂ എന്ന് അവർ പറഞ്ഞത്. അപ്പം അങ്ങനെ ഉണ്ടായതാണ്. ഇതിൽ ഈപ്പൻ ബാപ്പച്ചി ആ പേരും ആരും മറക്കുന്നതല്ല. അതേപോലെ ഇന്ദ്രജിത്തേട്ടൻ്റെ കരിയറിലൊരു നല്ല സ്റ്റാർട്ടായിരുന്നു. ഉമ്മപ്പെണ്ണിനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഇത് ഭയങ്കര ഇപ്പോഴും ഞങ്ങൾ സംസാരിക്കുന്ന ഒരു പോലീസ് വേഷമാണല്ലോ. അന്ന് എന്തുകൊണ്ട് അങ്ങനെ ഒരു വില്ലനെ ഒരു താരതമ്യേന പുതുമുഖം ആവാം എന്ന് വിചാരിച്ചത്? അല്ല, അത് പലരെയും അങ്ങനെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ദ്രനെയും രാജുവിനെയൊക്കെ നമുക്ക് ആ സമയത്ത് രണ്ടാം ഭാഗത്തിൻ്റെ ഒരു സമയത്ത് തന്നെ പരിചയമുണ്ട്. അപ്പോൾ അങ്ങനെ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചാണ്. ഇതിൽ നല്ലവനായ കള്ളനാണ്. അതുപോലെ തന്നെ ഇതിൽ ഈ ഭൂമിയിലുള്ള ഒന്നിനു വേണ്ടി മാധവൻ നിന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ മാധവനോടുള്ള ഇഷ്ടം അങ്ങോട്ട് സാധാരണ പ്രേക്ഷകന് ഭയങ്കരമായിട്ട് കൂടുക. പക്ഷെ ഇത് എൻഡ് ചെയ്യുമ്പോൾ പോലും എവിടെയെങ്കിലും ഈ കള്ളൻ നന്നായി അല്ല എല്ലാം അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ പണ്ടത്തേക്ക് ഒരു രീതി. അങ്ങനെ ഇനിയിപ്പോൾ അതൊരു ഗ്ലോറിഫിക്കേഷൻ ആണെങ്കിൽ ആയിക്കോട്ടെ എന്ന് തന്നെ വിട്ടുകൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോഴും ആ സിനിമ നിൽക്കുന്നത്. അതെങ്ങനെയായിരുന്നു ആ ഒരു കൺവിക്ഷൻ? ഇല്ല, ഞാനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് നേരത്തെ തീരുമാനിച്ചത് ഇങ്ങനെ ആയിരിക്കണം, ഈ ക്യാരക്ടറിന്റെ കൺക്ലൂഷൻ ഒന്നും ആയിരിക്കണം എന്നൊന്നും അങ്ങനെ നേരത്തെ തീരുമാനിക്കാറൊന്നുമില്ല. അത് എങ്ങനെയാണോ സംഭവിക്കുന്നത് അത് അങ്ങനെ പോവുകയും സംഭവിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്.
ഞാൻ ഒന്നും പ്ലാൻ ചെയ്ത് ഇത് ഇവിടെ എത്തിക്കണം എന്ന് വിചാരിച്ച് ഫോഴ്സ് ചെയ്യാറില്ല. അന്നത്തെ ഒരു കുറെ രീതികളുണ്ടല്ലോ, ചില സിനിമകളൊക്കെ കുറച്ച് 90s എൻഡിലേക്കൊക്കെ വരുന്ന സിനിമകൾക്കൊരു പ്രേക്ഷകനും ഇത് ഇങ്ങനെയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നിടത്ത്, അല്ലെങ്കിൽ എന്താ പറയാ ഇത് തെറ്റാണ് എന്നൊക്കെ അവസാനം ഒരു ഇത് വരുന്ന ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് മാറി ചിന്തിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, അന്നും ഡെലിബറേറ്റ് ആയിട്ടൊന്നും അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഒന്നാമത് നാട്ടിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് എനിക്ക് അങ്ങനെ അറിഞ്ഞോളൊന്നുമില്ല. കാര്യം ഞാൻ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്, ഇതിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അങ്ങനെ ട്രെൻഡൊന്നും ഫോളോ ചെയ്യുന്ന ഒരാളൊന്നും അല്ല ഞാൻ സിനിമയെ സംബന്ധിച്ചിടത്തോളം. ഞാൻ നല്ല സിനിമകൾ ഇപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നുള്ള നല്ല സിനിമകളാണെങ്കിലും നല്ല സിനിമകൾ കാണുമെന്നതൊഴിച്ച്, അല്ലാതെ മലയാളത്തിൽ ഇപ്പോൾ ഇതാണ് ട്രെൻഡ് അതുകൊണ്ട് ഇപ്പോൾ ഈ ട്രെൻഡിനനുസരിച്ച് ഇങ്ങനെയൊന്ന് ചെയ്യാം എന്ന് വിചാരിക്കുന്ന ഒരു ടൈപ്പ് അല്ല. എനിക്ക് അറിയുന്നില്ല എനിക്ക് എന്താണ് ട്രെൻഡ്. കാരണം ഞാൻ അങ്ങനെ ഫോളോ ചെയ്യാറില്ല, പ്രത്യേകിച്ച് മലയാള സിനിമയെ മാത്രമായിക്കൊണ്ട് ഞാൻ അങ്ങനെ ഫോളോ ചെയ്യാറില്ല. നല്ല സിനിമകളെ ഫോളോ ചെയ്യും, അത് ലോകത്ത് ഏത് ഭാഗത്തുള്ള സിനിമകളാണെങ്കിലും നല്ല സിനിമകൾ കാണാൻ ശ്രമിക്കാറുണ്ട്.